എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെണ്ണ്, ഇവളുടെ പേര് സ്യോൻഹി. അവൾ ഒരാളുടെ കൂടെ വാടക വീട് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. അടിപൊളി വീടാണ്, ഉള്ള പൈസയ്ക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ വീട് കാണിച്ചു കൊടുക്കുവാണ് അവൾക്ക്. സ്യോൻഹിക്ക് ചുറ്റും ആളുകളൊന്നും ഇല്ലാത്ത ശാന്തമായ സ്ഥലമാണ് ഇഷ്ടം. അതാണ് ഇവള് അപ്പാർട്ട്മെന്റിലൊട്ടൊന്നും പോവാത്തെ. അവിടെ ഒരു റൂം തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അയാൾ പറയും, അത് തുറക്കണ്ട, ആ റൂമിന്റെ പണി കഴിഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം യൂസ് ചെയ്തോളാം. നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഒരു റൂം തുറക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് സ്യോൻഹിക്ക് അങ്ങ് ദഹിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, അവളുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ക്യാഷും ഇല്ല. അങ്ങനെ അവളിപ്പോ പുതിയ വീട്ടിലെ താമസം ആരംഭിക്കും. എല്ലാ സ്ഥലവും ക്ലീൻ ആക്കി സാധനങ്ങളൊക്കെ പുതിയത് വാങ്ങി വെച്ച് ആ തുറക്കണ്ടെന്ന് പറഞ്ഞ റൂമിൽ ഒരു കർട്ടനും തൂക്കിയിടും. കെട്ടാകുമ്പോൾ രാത്രി ക്ലാസ്സും കഴിഞ്ഞ് ജിങ് എന്ന് പറയുന്ന ഒരുത്തൻ വീട്ടിലോട്ട് പോവാണ്. അവനാണെങ്കിൽ ഈ നെയ്ബർഹുഡിലൂടെ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് പോകുന്നത് ഭയങ്കര പേടിയാണ്. പേടി തോന്നാതിരിക്കാൻ ജിങ് ആണെങ്കിൽ ഉറക്ക പാട്ടും പാടിയാണ് വീട്ടിലോട്ട് പോകുന്നത്. സ്യോൻഹിയുടെ വീടിന്റെ പരിസരത്തൂടെയാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളും ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇവന്റെ പാട്ട് ഭയങ്കര അരോചകമായിട്ട് തോന്നുകയാണ്. ലൈറ്റ് ഷോപ്പിന്റെ അടുത്തൂടെയാണ് ഇവൻ പാസ് ചെയ്ത് പോകുന്നത്. അവിടെ സ്റ്റോപ്പായി ലൈറ്റ് ഷോപ്പിനുള്ളിലോട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ജംഗ്വോൺ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൻ ഓടിക്കളയും. സ്യോൻഹി ആണെങ്കിൽ വർക്ക് ചെയ്ത് അവിടെ കിടന്നുറങ്ങിപ്പോകും. ഈ സമയം അവളുടെ നിഴലിലോട്ട് നോക്കിയ അവളെ ഹഗ് ചെയ്യുന്നത് പോലെ മറ്റൊരു നിഴലിനെ നമുക്ക് കാണാം. അതുപോലെ ആ ഡോറിന്റെ മുന്നിലായിട്ട് ഒരു രൂപം നിൽക്കുന്നുണ്ട്. പിറ്റേന്ന് രാത്രി ഇവളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ഇവള് പോയി എമർജൻസി ഒക്കെ ഓണാക്കാൻ നോക്കുമ്പോൾ അതൊന്നും വർക്കാവുന്നില്ല. പഴയ വീടല്ലേ. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഡോക്ടർ ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്യാണ്. ആ പേഷ്യന്റിന് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. ഇനി ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ബെഡിലായിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. പുള്ളി ഒരു ആൽക്കഹോളിക് ആണ്. ICUന്ന് ബെഡെല്ലാം ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് തട്ടിയതാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, എന്നാൽ സ്റ്റാഫ് ആണെങ്കിൽ അത്രത്തോളം ഇല്ല. ICUവിൽ വർക്ക് ചെയ്യാൻ ഒരു സ്റ്റാഫിന് ഇഷ്ടമല്ല. ഇപ്പം കിടക്കുന്നവരുടെ എല്ലാം വീട്ടുകാർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരോട് പോയിട്ട് ഡോക്ടർ, ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി എന്തെങ്കിലും വല്ല മിറാക്കിൾ സംഭവിക്കണം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ജീവിക്കാനുള്ളൊരു ആഗ്രഹം വേണം. ഇത് കേൾക്കുന്നതും ആ ഫാമിലി മൊത്തം തകർന്നു പോകും. കെട്ടാകുമ്പോൾ പിറ്റേ ദിവസവും ഇതേ സമയം തന്നെ സ്യോൻഹിയുടെ വീട്ടിൽ കറണ്ട് പോകും. എല്ലായിടത്തും കൂറ്റാക്കൂരിട്ട്. എന്നൊരു ഭാഗത്തുനിന്ന് മാത്രം ഇങ്ങനെ പ്രകാശം വരുന്നുണ്ട്. അതാ തുറക്കരുതെന്ന് പറഞ്ഞ റൂമിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ നേഴ്സ് യോങ്ജി. ഇവളാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. പാരൻസിന്റെ കരച്ചിലൊക്കെ കേട്ട് ബാത്റൂമിലിരുന്ന് അതും ആലോചിച്ച് ഇവള് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ആരോ വന്നതായിട്ട് ശബ്ദം ഇവൾക്ക് കേൾക്കാം. ആ ആളിപ്പോൾ അവളോട് പറയും, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറയുന്നത് പേഷ്യന്റിന്റെ ജീവിക്കാനുള്ള ആഗ്രഹം പോലെ ഇരിക്കും, ഇനിയുള്ള റിക്കവറി എന്നല്ലേ? അപ്പൊ യോങ്ജി പറയും, നിങ്ങൾ ആ ഫാമിലി മെമ്പറിൽ ഒരാളാണല്ലേ? ഐ എം സോറി, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിലും ഏറെ. ഇപ്പൊ പുറത്തുള്ള ആ സ്ത്രീ ചോദിക്കും, ബോധമില്ലാതെ കിടക്കുന്ന ആ പേഷ്യന്റിന് ജീവിക്കാനുള്ള ആഗ്രഹം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ നമ്മുടെ യോങ്ജി പറയും, നിങ്ങൾക്കറിയോ മാഡം, എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാലം ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്നു. എന്റെ അമ്മയോടും ഡോക്ടേഴ്സ് ഇത് തന്നെയാണ് പറഞ്ഞത്, രോഗിയുടെ ജീവിക്കാനുള്ള ആഗ്രഹം പോലെ ഇരിക്കും റിക്കവറി എന്ന്. എന്റെ അമ്മയും അത് കേട്ട് ഒരുപാട് തളർന്നുപോയി. എന്നാൽ പക്ഷെ അധികം വൈകാതെ ഞാൻ എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമെന്ന് എനിക്കറിയില്ല. അമ്മ പറയുന്നത് അമ്മയുടെ പ്രാർത്ഥന കാരണമാണെന്ന്. നിങ്ങൾ ചോദിച്ച പോലെ എനിക്കും അറിയില്ല, ബോധമില്ലാത്ത ഒരാൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടാകുമെന്ന്. നേഴ്സായിട്ടും എനിക്ക് അതിനുള്ള ഉത്തരവില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇപ്പൊ പുറത്തുള്ള ആള് ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവളുടെ വാതിൽ തല്ലിപ്പൊളിക്കാൻ നോക്കുകയാണ്. മാഡം, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് യങ്ജി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം പൊടുന്നനൊരു സാധനം ഡോറിന്റെ മുകളിലൂടെ വന്ന്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്താണെങ്കിലും അവളെ രക്ഷിക്കുക എന്ന് അല്ലറിക്കൊണ്ട് പറയും. അതാ റെഡ് ഷൂസ് ലേഡി ആയിരുന്നു. നമ്മുടെ യങ്ജി അങ്ങ് പേടിച്ചു പോകും. പെട്ടെന്ന് എല്ലാം ശാന്തമാകും. പുറത്ത് വേറൊരു നേഴ്സ് വന്ന് ഇവൾക്ക് വാതിൽ തുറന്നു കൊടുക്കുവാണ്. ഇതേ സമയം സ്യോൻഹി ആണെങ്കിൽ ആ തുറക്കരുതെന്ന് പറഞ്ഞ റൂമിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആ റൂമിന്റെ നടുവിലായിട്ട് ഒരു ബൾബ് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. ഇവളിപ്പോ ആ ബൾബ് ഓഫാക്കിയിടും. ഈ സമയമായിരിക്കും ജിയങ് പാട്ടും പാടി ആ വഴി പോകുന്നത്. ആഹാ, അപ്പൊ നീയാണല്ലോ എന്ന് രാത്രി ഇതിലൂടെ പാട്ട് പാടി നടക്കുന്നത്, നീ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പാട്ട് പാടുന്നതെന്ന് ചോദിച്ച് ഇവള് ദേഷ്യപ്പെടുമ്പോൾ ഇപ്പൊ ജിയങ് ആണെങ്കിൽ എന്തോ കണ്ട് പേടിച്ചെന്ന മട്ടിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. സ്യോൻഹിയെ കണ്ട് അവൻ എന്തിനാ പേടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇവളിപ്പോൾ അവിടെ നിന്ന് പോയി ആ റൂം പൂട്ടുമ്പോൾ ഇവൾ ഓഫാക്കിയിട്ട് ആ ലൈറ്റ് വീണ്ടും പ്രകാശിക്കുന്നതായിട്ട് കാണാം. കട്ടാകുമ്പോൾ ഹ്യുൻജുവിന്റെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലൊരു ഫ്രണ്ട്, അവളാണെങ്കിൽ നല്ല ഉറക്കം. ഇവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും അവളെ വിളിക്കാണ്ട് അങ്ങ് പോകും. നമുക്ക് ഇവളെ നേന എന്ന് വിളിക്കാം. ഇപ്പൊ ഇവരിവളെ വിളിക്കാണ്ട് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ഹ്യുൻജു നേനയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുവാണ്. നേനയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ വരാം എന്നും പറഞ്ഞ് ഹ്യുൻജുവിനെ നോക്കിയിട്ട്, നീ എന്തൊരു സുന്ദരിയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹ്യുൻജു എഴുന്നേറ്റ് വീട്ടിൽ പോകും. നല്ല രാത്രിയാണ്, അവൾക്ക് പേടിയാണ് ആ വഴിയിലൂടെ പോകാൻ. ഇപ്പൊ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആരോ ദൂരെ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നും. ജംഗ്വോൺ കൊടുത്ത ലൈറ്റും ഓണാക്കി പിടിച്ച് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിലായിട്ട് ആ നിൽക്കുന്നത് റെഡ് ഷൂസ് ലേഡിയാണ്. മഴയത്താണ് ഈ സ്ത്രീ നിൽക്കുന്നതെന്ന് കണ്ട് തന്റെ കൂടെയും കൊണ്ട് അടുത്തേക്ക് ചെന്ന് എന്റെ കൂടെ ഷെയർ ചെയ്യണോന്ന് ചോദിക്കും. അപ്പൊ ഈ ലേഡി, നീ ആരാ, എങ്ങോട്ടേക്കാ നീ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ ഈ ഏരിയയിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, അമ്മയ്ക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി എനിക്ക് ലൈറ്റ് ഷോപ്പിലോട്ടൊന്ന് പോകാനുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവളുടെ കൂടെയിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. പോകുന്നതിന്റെ ഇടയിൽ ഇവൾ എവിടെയാ താമസിക്കുന്നതെന്നെല്ലാം റെഡ് ഷൂസ് ലേഡി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സമയം ഹ്യുൻജുവിന് എന്തോ ഒരു അപാകത പോലെ തോന്നുവാണ്. അവൾ ഈ റെഡ് ഷൂസ് ലേഡിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അങ്ങനെ ഈ ലേഡി ഒരു
ഇതൊരു മനുഷ്യനല്ല എന്ന കാര്യം ഹിംജുവിന് മനസ്സിലാക്കും. ഇവരുടെ മുടിയെല്ലാം പെട്ടെന്ന് വളരുന്നു, പെട്ടെന്ന് ഭയങ്കരമായിട്ട് പൊക്കം വെക്കുകയാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് ജംഗോൺ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഹിംജു ആണെങ്കിൽ ഓൾറെഡി ഇവരെ നോക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. ഇനിയിപ്പോ സ്ട്രേഞ്ച് ആയിട്ട് താൻ ഒന്നും കണ്ടില്ല എന്ന രീതിയിൽ ആക്ട് ചെയ്യണം. എന്നാൽ പക്ഷേ ഈ ലേഡിയുടെ രൂപം കണ്ടിട്ട് ഹിംജുവിനാണെങ്കിൽ പേടി മറച്ചു വെക്കാനും പറ്റുന്നില്ല. എനിക്ക് പെട്ടെന്ന് പോകണം, എന്റെ അമ്മ കാത്തിരിക്കുമെന്നും പറഞ്ഞ് ഇവള് ധൃതിയിൽ പോകും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ റെഡ് ഷൂസ് ലേഡിയും ഇവളുടെ പിറകെ തന്നെയുണ്ട്. ഹ്യുൻജുവിന്റെ കരച്ചില് കേൾക്കുമ്പോൾ ജംഗോൺ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. ഹ്യുൻജു നേരെ ഓടി ജംഗോന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് തന്റെ പിറകെ വരുന്ന ഈ ലേഡിയെ കാണിച്ചു കൊടുക്കുന്നതും നീ വേഗം നിന്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോന്നും പറഞ്ഞ് ജംഗോൺ ഹ്യുൻജുവിനെ അവിടെ നിന്നും പറഞ്ഞയക്കുവാണ്. എന്നിട്ട് ഈ പിറകെ വരുന്ന ലേഡിയെ ഗ്ലാസ് ഊരിയാവാൻ നോക്കുന്നതും ആ ലേഡി ഒരു നിമിഷം സ്റ്റോപ്പായി തിരിഞ്ഞു നടക്കും. അതിന് കാരണം എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇതേ സമയം ക്ലാസ്സിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന നേൻ ഉറക്കുമെഴുന്നേൽക്കും. എല്ലാവരും പോയി എന്ന് മനസ്സിലാക്കി അവൾ പോകാൻ തുടങ്ങുമ്പോൾ ദേവരുടെ തൊട്ടടുത്തായി ഒഴിഞ്ഞു കിടന്നിരുന്ന സീറ്റിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഒരു ഷോർട്ട് ഹെയർ ഗേൾ. കഴിഞ്ഞ എപ്പിസോഡിൽ ഹ്യുൻജു ക്ലാസ്സിൽ നിന്ന് താഴെ കൂടെ നടക്കുന്ന ഒരു പെൺകുട്ടിയെ കൈ കാണിച്ച് വിളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അത് ഈ ഷോർട്ട് ഹെയർ ഗേളിനെയാണെന്ന് തോന്നുന്നു. അവളിപ്പോ നേനയോട് പറയും, നീ കണ്ടല്ലേ, ഞാനും കണ്ടുവെന്ന്. കട്ടാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന ജിയങ്ങിന്റെ മുന്നിലേക്ക് ദ ഗേൾ ഇൻ വൈറ്റ് വരുന്നുണ്ട്. മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന അവൾക്ക് ജിയങ് തന്റെ കൂടെ ചൂടി കൊടുക്കും. നീ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ നൈബർഹുഡിന്റെ അറ്റത്ത് ഒരു ലൈറ്റ് ഷോപ്പ് ഉണ്ട്, അവിടെ നല്ല പ്രകാശമുണ്ട്, ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നത്. നിങ്ങൾ ലൈറ്റ് ഷോപ്പിലോട്ടാണോ? എന്ന് നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു നീങ്ങുവാണ്. കട്ടാകുമ്പോൾ സ്യുൻഹിയുടെ വീട്ടിലെ ഹാളിലെ ലൈറ്റ് വീണ്ടും പോകും. ഇവളാണെങ്കിൽ കുളി കഴിഞ്ഞ് തല തോർത്തി നോക്കുന്ന സമയത്താണ് കാണുന്നത് താഴെ ഫ്ലോറിലായിട്ട് കട്ട പിടിച്ച മുടി. അത് സിങ്കിന്റെ അകത്തേക്ക് ഇങ്ങനെ പോയേക്കുവാണ്. കുറേ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഹാളിലെ ലൈറ്റ് ഇങ്ങനെ ഓഫ് ആവും. ആ റൂമിലെ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ഈ വീട്ടിലെ വെളിച്ചം അതുവഴി പോകുന്ന ജിയങ്ങും ദ ഗേൾ ഇൻ വൈറ്റും കാണും. ഇവിടെ മൊത്തം ഇരുട്ടാണ്. എന്നിടയ്ക്ക് ഇവിടെ നിന്ന് വെളിച്ചം വരാറുണ്ട്. ആരെങ്കിലും അകത്തുണ്ടാകുമെന്ന് ഓർത്ത് ഞാൻ നോക്കിയ സമയത്ത് പെട്ടെന്നൊരു സ്ത്രീ ജനല തുറന്ന് എന്നോട് സംസാരിച്ചു. പക്ഷെ ആ സ്ത്രീയുടെ പിറകിലായിട്ട് മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ദ ഗേൾ ഇൻ വൈറ്റ് ചോദിക്കും, അപ്പോൾ അവരൊരുമിച്ചാണല്ലേ കഴിയുന്നതെന്ന്. ഇതേ സമയം വീടിനകത്തുള്ള സ്യുൻഹിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പല സമയങ്ങളിലായി അവൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് പോകാതില്ലേ? അതിന് കാരണം ആ സാധനം ഇരുട്ടിലാണ് ഒളിച്ചിരിക്കുക. അത് ഈ വീട്ടില് ഇവളുടെ കൂടെയാണ് ഇപ്പൊ കഴിയുന്നത്. ഇനി ചിലപ്പോ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയായിരിക്കോ എന്ന് ചോദിച്ച് ആ വീടിന്റെ ഗേറ്റ് തുറക്കാൻ പോകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവളെ വിളിക്കുവാണ് ജിയങ്. ഈ സമയമാണ് ഗേൾ ഇൻ വൈറ്റിന്റെ കൈ ഇവൻ കാണുന്നത്. തല തിരിഞ്ഞ കൈ. ഇവനാകെ പേടിച്ചു പോവും. എന്താ പേടിച്ചു പോയോ? നമ്മളെ രണ്ടുപേരും ഒരേപോലെയല്ലേ എന്ന് ചോദിച്ച് ഇവന്റെ കാലിലോട്ട് നോക്കുമ്പോൾ കാണാം അത് ദൈവം തല തിരിഞ്ഞിരിക്കുന്നു. എന്തായാലും വേണ്ടില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്തയിൽ തല തിരിഞ്ഞ കാലം കൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ട് ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എന്ന് ഗേൾ ഇൻ വൈറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് സ്ഥലത്തുനിന്ന് രക്ഷപ്പെടണം എന്നും പറഞ്ഞ് ജിയങ് ഇങ്ങനെ ഒരു വിധത്തിൽ നടന്നു പോവാണ്. സ്യുൻഹി ആണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. വാതിൽ അടിച്ച് തകർക്കാൻ നോക്കുന്നുണ്ട്. കാര്യമില്ല. ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞവൾ കരഞ്ഞു വിളിക്കുവാണ്. ഇതേസമയം ജിയങ് ആണെങ്കിലും ഇതേപോലെ കരഞ്ഞ തെരുവിലൂടെ ഓടി നടക്കുവാണ്. എത്ര ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ പിന്നെയും ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. സ്യുൻഹിയും ജിയങ്ങും ഒരേ സമയം ഹെൽപ്പിന് വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പൊ ഇതേ സമയം ദ ഗേൾ ഇൻ വൈറ്റ് ലൈറ്റ് ഷോപ്പിലോട്ട് വന്നിരിക്കുവാണ്. എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ജംഗോൺ ചോദിക്കുമ്പോൾ അവൾ അവിടെയില്ല ഇങ്ങനെ നോക്കി നടക്കുവാണ്. ഇപ്പൊ അവിടെയുള്ളൊരു ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നുണ്ട്. അത് കണ്ട് തന്റെ സ്യൂട്ട് കേസിലേക്ക് അവൾ നോക്കുന്നുണ്ട്. ഈ ലൈറ്റ്സ് ഇടയ്ക്ക് പ്രകാശിക്കുന്നതിലും ഓഫ് ആകുന്നതിലും എല്ലാം എന്തൊക്കെയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നോക്കുവാണോ എന്ന് ജംഗോൺ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കും എന്ന് മറുപടി പറയുവാണ് അവള്. എന്താണെന്ന് പറ, ഞാൻ കണ്ടെത്തി തരാമെന്ന് ജംഗോൺ മറുപടി പറയുന്നുണ്ട്. ഇതേ സമയം ആ ലൈറ്റ് ഷോപ്പിലോട്ട് ഡോർ തുറന്ന ഒരാൾ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഞാൻ പോലീസാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന്, കാരണം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പോകെ ഇനിയുള്ള എപ്പിസോഡ് കാണുമ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം മാറും.